അപ്പോൾ എല്ലാവർക്കും മിതസ് ഫാം ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ പോത്തിന് തീറ്റക്രമം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ തീറ്റ ചെലവിനെ പറ്റി പറയണത് വളരെ ലളിതമായിട്ടാണ് അവർ പറയണത്. ഇത്ര രൂപയുടെ തീറ്റ, ഇത്ര കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു ഭീമമായ സംഖ്യയുടെ തീറ്റയാണ് ഇവിടെ ആൾക്കാർ കൊടുക്കണത്. നമ്മൾ പോത്തിനെയൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് കിട്ടുക, അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന ഒരു രീതി മാത്രമേ ഞാൻ പറയണുള്ളൂ. എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചോളൊക്കെ ഇവിടെ വേസ്റ്റ് കിട്ടണതാ, കണ്ടില്ലേ? ഇത് തൊലി പൊളിച്ച ചോളം, ഇത് കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടുള്ളതാട്ടാ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കുകയാണ് ചെയ്യുക. അതെങ്ങനെ? ഈ മെഷ് ഇടാതെ പൊടിച്ച് തരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരിയായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ കോഴിക്കാണെങ്കിലും പോത്തിനാണെങ്കിലും എൻ്റെ വീട്ടിലെ പശുവിനാണെങ്കിലും ഇതാണ് കൊടുക്കണത്. ഇത് മാത്രമല്ല, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ്, അതുപോലെ കേടുവന്ന ഈ വലിയ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ പരിപ്പ്, കടല, മുതിര എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ നമുക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ഒക്കെ കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടാണ് നമ്മൾ വേവിച്ച് കൊടുക്കാറ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതൊക്കെ നമുക്കിവിടെ ചോളം വേസ്റ്റ് വന്നിട്ട് കിട്ടിയുള്ളതാട്ടോ. ഇതിങ്ങനെ ചാക്ക് കണക്കിന് കെടുക്കണ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഈ ചോളം ചള്ള് ചോളാണ്. അതാണ് ഇങ്ങനെ കണ്ട. ഇത് ചോളത്തെ പറ്റി അറിയണവർക്ക് അറിയാൻ പറ്റും. ചള്ള് ചോളാണ്, പക്ഷെ അത് മൂത്ത ചോളാണ്. അത് അവരുടെ ഒരു ടൈമും ഡേറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം സെയിൽ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഡാമേജ് വരുന്ന ചോളത്തിൻ്റെ ചാക്കുകളാണ് ഈ എടുക്കണതൊക്കെ. ഇതൊക്കെ ദിവസം വഴുകും തോറും ഇതിൻ്റെ രൂപം മാറുന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ചോളത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ പോത്തിന് കൊടുക്കണ ഒരു ഐറ്റം. ഇതിൽ ചള്ളൊക്കെ നമ്മൾ എടുത്തിട്ട് വെട്ടിയിട്ടാണ് കൊടുക്കുക. അതുപോലെ കായത്തണ്ട്, കായത്തോലൊക്കെ കൂടിയിട്ടാണ് നമ്മളിവിടെ കൊടുക്കാറ്. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെയാണ് ഞാൻ കൊടുക്കാറ് എന്നുള്ളത്. കണ്ട, ഒക്കെ കായത്തൊലിയാവും. പിന്നെ വൈക്കോല്. ഇത്രയാണ് നമ്മൾ കൊടുക്കാറുള്ള കാര്യം. പിന്നെ നമ്മളിവിടെ പല വീഡിയോസും ഇപ്പോൾ നമുക്കൊരു ചാനൽ എടുത്ത് പറയല്ല. അപ്പോൾ സാധാരണക്കാരന് പറ്റുന്ന വലിയ ഫോൾട്ട്, കാരണം ഒരു അത്യാവശ്യം റേറ്റിനൊക്കെ ആവും ആദ്യമായിട്ട് പോത്തുംകുട്ടീനൊക്കെ മേടിക്കുന്ന ആൾക്കാർ കാശ് ചിലവാക്കിയിട്ടുണ്ടാവുക. അവരെന്നിട്ട് വലിയ വില കൊടുത്തിട്ട് പോത്തുംകുട്ടീനെ തൂക്കത്തിലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവസാനം എന്താ ഉണ്ടാവുക? ഇത് ഈ ജാതി തീറ്റയൊക്കെ കൊടുത്തിട്ട് നമുക്ക് അത്ര വലിയൊരു പ്രോഫിറ്റ് നമുക്കിതൊന്നും കിട്ടില്ല. ഈ രൂപത്തിലാണ് നമ്മൾ പൊടിച്ചെടുക്കുക കേട്ടോ, അല്ലാണ്ട് നൈസ് പൗഡറായിട്ടല്ല. കണ്ട, എത്രമാത്രം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് നമ്മൾ കൊടുക്കണ ഒരു തീറ്റ. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോതമ്പ് റേഷൻ കടയിൽ നിന്നൊക്കെ ചിലവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഗോതമ്പ് വരും. അപ്പോൾ നമ്മൾ അവരുടെ നിന്ന് ഒരു 10-15 രൂപ കൊടുത്തിട്ട്, അല്ലെങ്കിൽ 10 രൂപ കൊടുത്തിട്ട് പല റേറ്റിനും പലയിടത്തൊന്നും കിട്ടും. ചിലവർക്ക് ഫ്രീ ആയിട്ട് തരുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തരുന്ന സാധനം നമ്മൾ മേടിച്ചിട്ട് ഇതും കൂടി ചേർത്ത് ഒരു ഐറ്റം ആക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോളത്തിൻ്റെ തവിടും ഗോതമ്പിൻ്റെ തവിടും അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം പിണ്ണാക്ക് നമുക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. മാക്സിമം നന്നായി പച്ചപ്പുല്ല് കൊടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അല്ലാണ്ട് നമ്മൾ പോത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി പൈസ ചിലവാക്കിയിട്ട് ഓരോ ഐറ്റം വാങ്ങിക്കൊടുത്ത്, അതിപ്പോൾ ഏത് കർഷകർക്ക് ഇവിടെ പരാജയം സംഭവിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ചിലവാണ്. അവർക്ക് നല്ല തീറ്റ കൊടുത്തിട്ട് നമുക്ക് ഇറച്ചി വില കൂടണമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും ഇറച്ചി റേറ്റൊന്നും ഇപ്പോൾ വല്ലാണ്ട് കാര്യമായിട്ട് കൂടുതലൊന്നും കിട്ടില്ല. ആൾക്കാർ വന്ന് കണ്ടിട്ട് പറയുക, അതിന് ഫാറ്റ് കൂടുതലാണ്, ഇവൻ തടി കൂടുതലാണ്, ഇതിൻ്റെ ഇറച്ചി അങ്ങനത്തെ ഇറച്ചിയാണ് ഇങ്ങനത്തെ ഇറച്ചിയാണെന്നൊക്കെ അറവുകാർ വന്നിട്ട് പറയുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇത് വാങ്ങിക്കൊണ്ടിരുമ്പോൾ ഒരു കൂര് പോലത്തെ പോത്തുംകുട്ടിയാണ്. വളരാൻ സാധ്യതയുള്ള പോത്തുംകുട്ടികൾ എന്ത് കൊടുത്താലും വളരും കേട്ടോ.
ഇതിപ്പോൾ ഞാൻ ഒന്ന് ഭക്ഷണം കൊടുക്കാണ്ട് നിർത്തിയിട്ടുള്ള ഒരു വീഡിയോസ് ആട്ടോ. ഇത് അതുകൊണ്ടല്ല, ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊക്കെ വെട്ടണേറ്റ് മുന്നേ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴാണ് നമ്മളത് ചെയ്യാമെന്ന് വെച്ചത്. നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും പോത്തുംകുട്ടിക്ക് ചടവുണ്ട, ഇനിയിപ്പോൾ ഇങ്ങനത്തെ തിന്നണോണ്ട് ഒരു സീനില്ല. അപ്പോൾ നമ്മൾ കർഷകർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളിൽ ഏറ്റവും റേറ്റ് കുറവിൽ കിട്ടുന്ന സാധനം എന്താണോ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം എന്താണോ, അത് മാക്സിമം നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുക. അതും എല്ലാതും ഒറ്റയടിക്ക് കൊടുക്കാതെ കുറച്ചായിട്ട് കൊടുത്ത് ശീലിപ്പിക്കുക. സപ്ലിമെൻ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ കൊടുക്കുക. അല്ലാതെ നമ്മൾ പോത്തിന് മേടിച്ചിട്ട് കടലപ്പരിപ്പും കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ പരുത്തിപ്പിണ്ണാക്ക് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് കൊടുത്തോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, ഒക്കെ കൊടുത്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും പോത്തിൽ കാണില്ല. അപ്പോൾ നമ്മൾ ഈ വളരെ ലളിതമായിട്ട് ലോ ബഡ്ജറ്റിൽ എന്ത് കൊടുത്തിട്ട് പോത്തിനെ നല്ല രീതിയിൽ തീറ്റി വളർത്താം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അല്ലാതെ നമ്മൾ കുറേ മുന്നേ ഇതിലും നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആദ്യ കാലത്തൊക്കെ കൊടുത്തിരുന്നു. എന്നിട്ടും നമ്മൾ എഴുതി വെക്കണ കാരണം കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇത്രയൊക്കെ പൈസ പോത്തുംകുട്ടിക്ക് ചിലവായി, കയറ് ഇത്ര രൂപയ്ക്ക് മേടിച്ചു, ഇത്ര തീറ്റ മേടിച്ചു കൊടുത്തു, എന്നിട്ട് നമ്മൾ ഇത്രയും ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ കയറ് പിടിച്ച് നടന്നിട്ട് എന്താണ് കിട്ടുക എന്നുള്ളത് എഴുതി വെച്ച ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പോത്തുംകുട്ടീനെ വളർത്തുമ്പോൾ തന്നെ അതിന് വിശപ്പില്ലാണ്ട് നിൽക്കാനുള്ള കാര്യങ്ങൾ, നല്ല രീതിയിൽ നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങൾ, നമ്മുടെ അധ്വാനം കുറച്ച് പോയാലും നമുക്ക് സാമ്പത്തിക നഷ്ടം വരാണ്ട് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസിട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലിലുള്ള ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്തുള്ള ആൾക്കാരൊക്കെ കാർഷികപരമായിട്ട് എന്തെങ്കിലും നമ്മളിൽ നിന്ന് നല്ല കാര്യം അറിയണം എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളതിനെ ഫോളോ ചെയ്യണത്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളും അതേപോലെ നമ്മൾ തന്നെ എങ്ങനെയാണോ അവർ കാണുന്നത് അതേ വാല്യൂ നമ്മളും തിരിച്ച് കാണിക്കണം. നമ്മൾ വെറുതെ അത് മേടിച്ചു കൊടുത്തു ഇത് മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോത്തുംകുട്ടി വളരാത്ത പോത്തുംകുട്ടികളും ഉണ്ട്, നന്നായി വളരുന്ന പോത്തുംകുട്ടികളും ഉണ്ട്. ഞാനിത് ഈ വേനൽക്കാലത്ത് വേണ്ട തരിശ് ഭൂമി പോലെയാണ് ഇപ്പോൾ കിടക്കണത്. നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇവിടുത്തെ പച്ചപ്പ് കാണാം. ഇപ്പോൾ കണ്ട തരിശ് ഭൂമി പോലെയാണ്. നമ്മളിത് പുല്ലുള്ളപ്പോഴും പുല്ലില്ലാത്തപ്പോഴും ഈ കായത്തണ്ട് ഇതൊക്കെ ഒരു ക്രമം അനുസരിച്ചിട്ട് കൊടുക്കാറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. വൈക്കോല് കൊടുക്കും, അതുപോലെ ചോളം കൊടുക്കും. ഇതൊക്കെ നമുക്ക് എല്ലാ ടൈമിലും കിട്ടണതാട്ടാ. ഇതിപ്പോൾ കിട്ടാത്തവർ പറയും ഞങ്ങൾക്ക് ഇവിടെ കിട്ടാല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. പക്ഷേ എങ്കിലും എന്താണ് അവിടെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ പോത്തിനെ വളർത്തേണ്ടത്. പ്രത്യേകിച്ച് പശുവിനെ പിന്നെയും നമുക്ക് കുറച്ച് പാല് കിട്ടും. പോത്തിൽ നിന്ന് നമുക്ക് ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം കുറേ പൈസ ചിലവാക്കാതെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നന്നായി വളർത്തുക എന്നുള്ളതാണ്. ഞാൻ ഇതിൽ മുന്നേ അതിന് കൊടുക്കുന്ന സപ്ലിമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. മാക്സിമം അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം കുറച്ച് കൊടുത്ത് നന്നായി ശീലിപ്പിക്കുക. അതിലെന്തൊക്കെയാണ് ഉള്ളത്, ഗുണങ്ങളുള്ളത്, അതിലിനി എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ മിനറൽ മിക്സാണ് ഇനി കൊടുക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കിട്ടാത്തത് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പുല്ലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കിട്ടാത്തൊരു സമയമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ സപ്ലിമെൻറ്റ് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി. നമ്മളിപ്പോൾ പുഷ്ടി വരാൻ വേണ്ടിയിട്ട് പലരും കാണാം. ഇപ്പോൾ പുളി ഉണ്ടാവുന്ന സീസണാണ്. അപ്പോൾ പുളിങ്കുരു ഇപ്പോൾ നമുക്കിവിടെ കിട്ടും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുളി മരത്തിൻ്റെ അവിടെ പുളിയൊക്കെ പൊട്ടിച്ചത് അവർ കുത്തുണ്ടെങ്കിൽ അതിൻ്റെ കുരു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതും നമ്മൾ ഇതിൻ്റെ ഒപ്പം പൊടിപ്പിക്കും. എന്നിട്ട് നമ്മളൊരു കഞ്ഞി വയ്ക്കുകയാണ് ചെയ്യുക. കഞ്ഞി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ഏറ്റവും വില കുറഞ്ഞ അരി ഗോഡൗണിലൊക്കെ അടിച്ച് കോരിയതും അല്ലെങ്കിൽ വില റേഷൻ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത അരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മേടിച്ചിട്ട് നൈസായിട്ട് അതും കൂടിയിട്ട് കഞ്ഞി വെച്ചിട്ടാണ് ഇതും കൂടി ചേർത്തിട്ടാണ് കൊടുക്കാറ്. ഇതാണ് പിന്നെ ഇതിൽ നമ്മൾ പിന്നെ കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ നമ്മളിവിടെ അരി കുത്തണ മില്ലുണ്ട്, അവിടുന്ന് കുറച്ച് തവിടും കൂടി ചേർത്ത് ടൈറ്റ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കിയിട്ട് പലതരം തീറ്റയൊന്നും മേടിച്ചു കൊടുത്തിട്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമില്ല. പോത്ത് വലുതാവും, തടി വയ്ക്കും, നല്ല വളർച്ച ഉണ്ടാവും. പക്ഷേ നമ്മൾ അത്രയും പൈസ ചിലവാക്കിയിട്ട് നമുക്ക് ആ പൈസ റിട്ടേൺ കിട്ടുമ്പോൾ നമ്മൾ ചിലവാക്കിയതിൻ്റെ പൈസ മാറ്റി വെച്ചാൽ നമ്മൾ സീറോ ബഡ്ജറ്റിൽ വളർത്തുന്ന പൈസ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഒരു വ്യത്യാസമുള്ളൂ, മറ്റേതാകുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് മേടിച്ചാൽ കാര്യം കഴിഞ്ഞു. ഇതാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എടുക്കണം. അങ്ങനെയുള്ള കായികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമായിട്ട് നമുക്ക് ഇതാണ് പ്രോഫിറ്റായിട്ട് എനിക്ക് തോന്നിയുള്ളത്. നമ്മുടെ ഒരു പ്രാവശ്യത്തെ വളർത്തിയ രീതിയല്ല, നമ്മൾ 1-2 തവണയിലേറെയായി ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ നിർത്തിയിട്ട് പോത്തും കുട്ടീനെയും അതുപോലെ പശുക്കളേനെയൊക്കെ വളർത്തണു. ഇപ്പോൾ നമ്മുടെ പശുക്കൾക്കായാലും കൊടുക്കണ തീറ്റ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പശു എന്ന് പറഞ്ഞാൽ പിന്നെ നാടൻ പശുവാണ്, അതിന് പ്രത്യേക പരിചരണമൊന്നും വേണ്ട. ഞങ്ങൾ പെല്ലറ്റ് ഫീഡൊന്നും കൊടുക്കാറില്ല. അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കറവുള്ള സമയത്ത് കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഫാറ്റ് കണ്ടൻറ്റ് കൂടാൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കാണ്. അതുപോലെ പച്ചപ്പുല്ല് നന്നായി കൊടുക്കാറുണ്ട് കേട്ടോ പശുക്കൾക്ക്. ഇത്രേ വേണ്ടോ. നമ്മുടെ കാട്ടിൽ കിടക്കുന്ന കാട്ടുപോത്തൊന്നും പെല്ലറ്റ് ഫീഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ തവിടും പിണ്ണാക്കും കഴിച്ചിട്ടല്ല, പുല്ലും വെള്ളം കഴിച്ചിട്ട് തന്നെയാണ് അത്രയും വലുപ്പം വയ്ക്കണത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ബ്രീഡ് ക്വാളിറ്റി, അതേപോലെ അതിൻ്റെ അമ്മയുടെ പാല് കുടിച്ച് വളരുന്നതിൻ്റെ ഒരു ഗുണം അത് കാണിക്കും. അതുപോലെ തന്നെ അവർക്ക് ശരീരത്തിന് ആവശ്യമുള്ള പുല്ലും സാധനങ്ങളും കഴിക്കണ കാരണം നമ്മൾ കെട്ടിയിട്ട് വളർത്തുമ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് കിട്ടാത്ത വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കണേ. അപ്പോൾ എന്താണ് ആവശ്യം, എന്താണ് നമുക്കുള്ളത്, അപ്പോൾ എന്താണ് ഇല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാ കർഷകരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കക്കാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. എനിക്കൊന്നും ഇതുപോലെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളും നല്ല തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി അവസാനം കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മളെ കൊടുത്ത പോത്തും കുട്ടിയുടെ പൈസ പോലും ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ നഷ്ടമൊന്നുമല്ല, നമുക്ക് അത്രയും മെനക്കെട്ടതിനുള്ള അല്ലെങ്കിൽ അത്രയും റിസ്ക് എടുത്തതിനുള്ള പ്രോഫിറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.